നമ്മളെ കേരളത്തിൽ പല പല സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പോലീസുകാർ ഒരുപാട് ആൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്, വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്, പോലീസിനെ അങ്ങോട്ട് ആക്രമിക്കുന്ന കണ്ടിട്ടുണ്ട്, പോലീസ് തിരിച്ചാക്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു നാറിത്തരം, ഇതുപോലൊരു തന്തയില്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് സംഘികൾക്കല്ലാണ്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയെ തന്നെ കയ്യില്ല. ഒരു പോലീസുകാരത്തിനെ കയറി പിടിക്കുന്നു, വേറൊരുത്തനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതും ഈ പരനാറിനെ അല്ല അറസ്റ്റ് കൊണ്ടുപോകുന്നത്, ഇവനെ ഒഴിവാക്കിയിട്ടുള്ളേ. ഇവൻ ഓടിപ്പോയിട്ട് അവനെ രക്ഷിക്കാനെന്നുള്ള ഇതില് ഈ പോലീസുകാരത്തിനെ കയറി പിടിക്കുന്നു. പോലീസുകാർ തട്ടിത്തെറിപ്പിച്ചിട്ട് ഈ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത സംഘി കയറി പിന്നെയും പിടിക്കുന്നു. ആ വീഡിയോ അത് നമുക്ക് കാണാലോ. ഇവൻ ഈ ഇത്രയും മാധ്യമങ്ങൾ, ഇത്രയും ആൾക്കാരുടെ നടുവിൽ അതും ഒരു പോലീസുകാരത്തിന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇവന്റെ ശാഖയിൽ എന്തായിരിക്കും ചെയ്തു കൂട്ടുന്നുണ്ടാവുക? ആരും കാണുന്നുണ്ടാവില്ല. അവിടെ പോകുന്ന ദുർഗാവായനികളോട് ഇവൻ കാണിച്ചു കൂട്ടുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും ഇവന്റെ ദണ്ഡപ്രയോഗം ഉണ്ടാവുക? ഇവൻ ശരിക്കും പറഞ്ഞ അണ്ടിമുക്ക് ശാഖയിലല്ല, അണ്ടിമൂത്ത ശാഖയിലായിരിക്കും ഉണ്ടാവുക. ഇവന്റെ അണ്ടി മൂത്തിരിക്കുന്നു, നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത നായി. പക്ഷെ സംഘികൾ പുതിയ ക്യാപ്സൂൾ അടിച്ചിറക്കുന്നുണ്ട്. അത് വനിതാ പോലീസുകാരത്തിയാന്ന് ഓന് തിരിച്ചിട്ടില്ല. നാണവും മാനും ഉളുപ്പും ഉണ്ട് ആ സംഘികളെ. ഓന് വനിതാ പോലീസുകാരത്തിയെന്നല്ല, ഓന് സ്ത്രീകളെ തന്നെ തിരിച്ചറിയില്ല. ഓന്റെ അമ്മേനെയും പെങ്ങളെയും വരെ ഓന് തിരിച്ചറിയില്ല. അതാണ് ഇവൻ കാണിക്കുന്നത്. ഇവന്റെ ശാഖയെ കാണിക്കുന്ന തെണ്ടിത്തരാന്ന് പുറത്ത് കാണിക്കുന്നു, എന്നിട്ട് അവനെ ന്യായീകരിക്കുന്നു. പക്ഷെ നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ, ഇതൊരു സ്ത്രീക്കെതിരുള്ള അതിക്രമമായിട്ട് കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് സമരത്തിനിടക്ക് പറ്റിപ്പോയ ലെവലിലാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഇത് മറ്റുള്ള പേജുകളാണ് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. മാധ്യമങ്ങൾക്ക് പേടിയാ ഇപ്പൊ സംഖ്യകളാ. മാധ്യമങ്ങൾക്ക് പേടി, പിന്നെ സിനിമാ താരങ്ങൾക്ക് പേടി, പ്രതിഷേധിക്കുന്ന എല്ലാവർക്കും പേടി. ഈടി വീട്ടിലെത്തും. പിന്നെ നമ്മളെ വീട്ടിലല്ല ഈടി വന്നു കഴിഞ്ഞാൽ ഈടി നാണം കെട്ട് നാറിപ്പോവും. നമ്മക്കാര്യമുണ്ട്, പേടിയുമില്ല, ഒരുത്തനെയും ഭയക്കുമില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സംഘികൾ ഇനി എത്ര ഭീഷണിപ്പെടുത്തിയാലും ഇതുണ്ടല്ല തന്തയില്ലായ്മ. കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോക രാജ്യങ്ങളിൽ ഇതുപോലൊരു നാറിത്തരം കാണിക്കാൻ വേണ്ടിട്ട് സംഘിക്കല്ലാണ്ട് കഴിയൂല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് അമ്മയും പങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്ത ഇവനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിട്ട് അമ്മേനെയും പങ്ങളെയും തിരിച്ചറിയാത്ത സംഖ്യയൊക്കെ ന്യായീകരിക്കാനും കഴിയും. എന്നാ പിന്നെ ശരി.